എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ കേളോത്ത് റെയിൽവേ മേൽപ്പാലത്തിന്റെ തൊട്ടടുത്തുള്ള ടോൾ ബൂത്തിന് സമീപമാണുള്ളത്. ഈ ടോൾ ബൂത്തിനെ കുറിച്ച് പയ്യന്നൂരിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഈ വിഷയം പലപ്പോഴും പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ച മാധ്യമമാണ് പച്ചവെളിച്ചം. ഈ ടോള് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ അധീനതയിലാണ്. അതുപോലെ തന്നെ ഈ മേൽപ്പാലം നിലവിൽ വന്നത് മുതൽ ഈ ടോൾ ഇവിടെ പിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൂ വീലറിനും അതുപോലെ തന്നെ മുച്ചക്ര വാഹനങ്ങൾക്കും ടോളില്ല. ബാക്കിയുള്ള എല്ലാ വാഹനങ്ങൾക്കും എത്രയാണ് ടോൾ എന്നതൊക്കെ ഇവിടെ കൃത്യമായിട്ട് ദിവസം അതുപോലെ തന്നെ മാസം എന്ന കണക്കിൽ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ടോള് പല വർഷങ്ങളായിട്ട് ഉണ്ട്. എന്നാൽ കുറച്ചു കാലമായിട്ട് ഈ ടോള് ആ രീതിയിൽ പിരിക്കപ്പെടുന്നില്ല. എപ്പോഴെങ്കിലും പിരിക്കും, അതുപോലെ തന്നെ തോന്നിയ പോലെ പിരിക്കും എന്ന നില ഇവിടെയുണ്ട്. ഈ വിഷയം പയ്യന്നൂര് പലപ്പോഴായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ടോളുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ഇതിൽ വ്യക്തത വേണം. ഞാൻ ഇന്നും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിരുന്നു. ടോൾ പിരിക്കാൻ നിയമപരമായിട്ട് അവർക്ക് അവകാശമുണ്ട്. അത് കൃത്യമായിട്ട് പിരിച്ചെടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ രണ്ടു ഭാഗത്തും നമ്മുടെ ഈ ബമ്പൊന്നും കൃത്യമായിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. ബമ്പ് വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ പൊളിക്കുന്നു, നാട്ടുകാർ ചേർന്ന് പൊളിക്കുന്നു. അതുകൊണ്ട് വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട്, ഇരുഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഇതൊന്നും പിരിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇതിന്റെ കോൺട്രാക്ടർമാരൊക്കെ ഇതൊക്കെ മതിയാക്കി പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഓഫീസാണ് ഇവിടെ ഈ ടോള് ഇത് പിരിക്കാനുള്ള ആൾക്കാരെ നിയോഗിച്ചിട്ട് ഇവിടെ പിരിവ് നടത്തുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിനെന്തോ ഒരാളാണ് ഇപ്പം ഈ ടോളില് പിരിവ് നടത്തുന്നത്. അദ്ദേഹത്തിന് കൈകാട്ടിയാൽ പോലും പല വാഹനങ്ങളും ഇവിടെ നിർത്താതെയാണ് പോകുന്നത്. അതുകൊണ്ട് ചില പരിചിതരല്ലാത്ത ചില ആളുകള് പോകുന്ന സമയത്ത് കൈ നീട്ടിയാല് അവരെ കൊടുക്കുന്ന പൈസ വാങ്ങിക്കുക എന്നൊരു നിലയാണ് നിലവിലുള്ളത്. ഈ വിഷയത്തില് കൃത്യമായി വ്യക്തത ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇവര് പറയുന്നു നിയമപരമായിട്ട് നമ്മൾക്ക് പിരിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് രണ്ട് ഭാഗത്തും ബമ്പൊക്കെ സ്ഥാപിച്ചിട്ട് ഇത് കൃത്യമായിട്ട് പിരിക്കാൻ ഉള്ള സംവിധാനം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിന് ഇവിടെ നാട്ടുകാരുടെ എതിർപ്പ്, അതുപോലെ തന്നെ ഇവിടെ ഇതിലൂടെ ഓടുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ എതിർപ്പ്, പോലീസ് നമ്മളെ സഹായിക്കുന്നില്ല. ഈ വിഷയം MLAയോട് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നൊക്കെയാണ് പച്ചവെളിച്ചം ഈ വിഷയം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യത്തിൽ കൃത്യമായ വ്യക്തത വേണം. പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഒരുപാട് കാലമായിട്ട് തുടങ്ങിയതാണ്. ഈ മേൽപ്പാലം വന്നത് മുതൽ തുടങ്ങിയതാണ് ഈ ടോൾ ബൂത്ത്. ഈ ടോൾ ബൂത്തിൽ നിന്ന് ഉള്ള പിരിവ് നിർത്തേണ്ട കാലം അതിക്രമിച്ചു. അത് കാര്യക്ഷമമായിട്ട് ആദ്യകാലങ്ങളിൽ പിരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് കാര്യക്ഷമമല്ലാത്ത രീതിയിൽ തോന്നുന്ന സമയത്ത് ഇതൊക്കെ പിരിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട PWD റോഡാണ്. ഈ PWD റോഡില് PWD തന്നെയാണ് ഇവിടുത്തെ പമ്പ് നേവൽ അക്കാദമിയില് രാഷ്ട്രപതി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പൊളിച്ചു നീക്കിയത്. അതൊക്കെ അതിന്റെ ക്രമീകരണത്തിന്റെ ഭാഗമാണ്. അതിനുശേഷം ഇവിടെ കൃത്യമായിട്ട് ഇരുഭാഗത്തും ബമ്പ് സ്ഥാപിച്ചിട്ട് വാഹനങ്ങളെ തടഞ്ഞിട്ട് അത് പിരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഉദ്യോഗസ്ഥന്മാര് പറയുന്നത്. പക്ഷെ പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഇതിൽ കൃത്യമായ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണം. നിരന്തരമായിട്ട് ഈ വിഷയത്തിൽ തന്നെ പലപ്പോഴും വാർത്ത ചെയ്ത മാധ്യമമാണ് പച്ചവെളിച്ചം. എന്നാൽ അതില് അപ്പോഴൊക്കെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ എന്തുകൊണ്ട് ഇത് കൃത്യമായിട്ട് പിരിക്കുന്നില്ല, ചില സമയത്ത് പിരിവേയില്ല, ചില സമയത്ത് പിരിക്കുന്നു എന്ന് ചോദിച്ച സമയത്ത് അവര് പറഞ്ഞ കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞ. നിലവില് ഇതിൽ കോൺട്രാക്ടർമാര് ഇതെടുക്കാൻ അവരില്ല. ഇത് നിലവിൽ കോൺട്രാക്ടർ അല്ല ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന് ചെലവായ പണം വസൂലാകുന്നതിന് മുമ്പ് ഇതൊക്കെ നിർത്താൻ നിയമപരമായിട്ട് ഈ അതോറിറ്റിക്ക് അധികാരമില്ല എന്നാണ് അവര് പറയുന്നത്. അതൊക്കെ
ഗവൺമെന്റ് തലത്തിൽ കൂടിയാലോചിച്ച് ഈ കാര്യത്തിൽ കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഉത്തരവാദിത്വം ഇവർക്കൊക്കെ ഉണ്ട്. നമുക്കറിയാം ഈ പാലത്തിന്റെ പിന്നെ കൈവരി തകർന്നിട്ട് മാസങ്ങളായി ഇത് അപകടകരമായിട്ടുള്ള നിലയിലാണുള്ളത്. അത് ശരിയാക്കാൻ ഈ പറയുന്ന ഈ ടോൾ ബൂത്ത് റണ്ണ് ചെയ്യുന്ന പിന്നെ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. എത്ര അപകടകരമാണ്, എത്ര വാർത്തയാണ് പച്ചവെളിച്ചം ആ വിഷയത്തിൽ നൽകിയിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ 2 ദിവസം മുമ്പ് പയ്യന്നൂരില് ഒരാള് മരണപ്പെട്ടു. നന്ദൻ എന്ന് പറയുന്ന ഫെഡറൽ ബാങ്കിലെ മുൻ ഉദ്യോഗസ്ഥൻ, നമ്മളുമായിട്ട് ഏറെ സൗഹൃദമുള്ള സ്നേഹമുള്ള നന്ദേട്ടന്റെ മരണം ഇവിടെ വെച്ചിട്ട് ഇവിടെ ഉണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വാഹനം പെട്ടെന്ന് പോകുന്ന സമയത്ത് ഒരു വാഹനത്തിന് കൈനീട്ടി, സാധാരണഗതിയിൽ കൈനീട്ടിയാൽ വാഹനങ്ങളൊന്നും നിർത്താറില്ല. അങ്ങനെ ഇവിടെ ടോൾ വിരിക്കുന്ന ആൾ കൈനീട്ടിയ സമയത്ത് ആ വാഹനം നിർത്തി. അതിന്റെ പിറകിൽ ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആ വാഹനം നിർത്തിയ സമയത്ത് പെട്ടെന്ന് ഓട്ടോറിക്ഷ നിർത്തി. അതിന്റെ ബാക്കിൽ സ്പീഡിൽ വരുന്ന ഒരു വാഹനം കൊണ്ടിടിച്ചിട്ടാണ് ഈ പിന്നെ അതിലുണ്ടായിട്ടുള്ള ഭീകരമായ പരിക്കിനെ തുടർന്ന് നിരന്തരമായി ചികിത്സയിലായതിന്റെ അടിസ്ഥാനത്തിലാണ് നന്ദേട്ടന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനെ ആളെ ഇങ്ങനെ പിന്നെ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു സംവിധാനം ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ഓർക്കുക, ഈ റോഡും ഇതിന്റെ പരിസരമൊക്കെ നോക്കുക, ഇതിനൊക്കെ താറൊക്കെ പോയിട്ട്, കാരണം ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ടും വാർത്ത നൽകിയിരുന്നു. ഇടിഞ്ഞ് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത്. ഈ റോഡ് PWDയുടെ റോഡാണ്. ഈ PWDക്ക് റോഡ്, ബ്രിഡ്ജസ്, അതുപോലെ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, ഇതാണ് ഒരു ഭാഗത്ത് മാത്രമാണ് നിലവിൽ പിന്നെ ബമ്പ് ഉള്ളത്, അപ്പുറത്തെ സൈഡിൽ ബമ്പില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിൽ തീരുമാനം, ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ട പിന്നെ ഭരണ സംവിധാനത്തിനുണ്ട് എന്നാണ് പറയാം. നിരവധി വാഹനങ്ങളാണ് അതുപോലെ തന്നെ ഇതിലൂടെ പോകുന്നത്. ഇതിനു മുമ്പ് ഒരു വാർത്തയും കൂടെ പച്ചവെളിച്ചം ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മുടെ ഈ പിന്നെ ഓവർ ബ്രിഡ്ജിന്റെ തൊട്ട് താഴെ പിന്നെ താറ് നിരത്തിയതുപോലെ ഒഴുകിപ്പറന്ന് താറ് നിരത്തിയ ഒരു വാർത്തയും പച്ചവെളിച്ചം നൽകിയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, ഈ റോഡിന്റെ നിലവിൽ അവസ്ഥ ആലോചിക്കുക. അങ്ങനെ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ ശക്തമായ പ്രതികരണം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒഴുകിപ്പരന്ന മുഴുവൻ താറ് ഒക്കെ പിന്നെ വലിച്ചെടുത്തിട്ട് ആണ് ഇവിടെ മഴക്ക് ജസ്റ്റ് മുമ്പ് ഒരു പണി നടത്തിയിട്ടുള്ളത്. കണ്ടോ, അതിന്റെ താറാണ് ഇവിടെ കാണുന്നത്. ഇതാണ് കണ്ടോ, അവിടുന്ന് വലിച്ചെടുത്ത സാധനമാണ് ഇതാ തൊട്ടടുത്തുള്ള. അങ്ങനെ നിരന്തരമായിട്ട് ഈ റോഡിന്റെ നിലവിൽ അവസ്ഥ ആലോചിക്കുക. ഇതിനു വേണ്ടി എത്ര രൂപയാണ് നമ്മുടെ ആളുകൾ ചെലവഴിച്ചിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അങ്ങനെ ഈ ടോളിന്റെ കാര്യം പറയുമ്പോൾ ടോളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള അനുബന്ധമായ കാര്യങ്ങളും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ റോഡിലൂടെ പോയ ആളുകൾക്ക് അറിയാം, ഈ റോഡ് ആദ്യം അതിന്റെ PWD ശ്രദ്ധിക്കണം, ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം, ഇവിടുത്തെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം. ഈ റോഡിന്റെ നിർമ്മാണത്തിലെ വൈകല്യമാണ് ഇങ്ങനെ ഈ താർ ഇവിടെ പരക്കാൻ വേണ്ടി കാരണം. അങ്ങനെ പരന്ന സമയത്ത് അത് അപകടകരമാണ്. മഴ വന്നാല് റോഡിലേക്ക് സ്പീഡിലാണ് അങ്ങനെ വരുന്ന വാഹനം വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അപകടമുണ്ടാകുമെന്നൊക്കെ പച്ചവെളിച്ചവും നാട്ടുകാരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മരാമത്ത് പണി ഇവിടെ നടത്തിയത്. അതിന്റെ നിലവിലെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പൊതുപണങ്ങള് എത്ര ഉദാസീനമായിട്ടാണ് നമ്മുടെ സംവിധാനങ്ങള് ആ പണങ്ങൾ ഉപയോഗിക്കുന്നത്, പണിയെടുക്കുന്നത്. ഇതിന് ചെലവായ പണം എത്ര, 2 വർക്കിന് ചെലവായ പണം എത്ര. അതുകൊണ്ട് നിലവില് നമ്മുടെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ടാക്സ് ഒക്കെ കൊടുത്ത്, റോഡിലൂടെ യാത്ര ചെയ്യുന്ന ടോളൊക്കെ കൊടുത്തിട്ട് റോഡിലൂടെ യാത്ര ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ജനങ്ങൾക്ക് എന്ത് സൗകര്യമാണ് ഇവിടെ ലഭിക്കുന്നത് എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജനാർദ്ദൻ പറയുന്നുണ്ട് RTI പ്രകാരം എത്ര ടോൾ പിരിച്ചു എന്ന് അന്വേഷിക്കണമെന്ന്. ജനാർദ്ദൻ ഒരു കാര്യം ചെയ്യുക, അതൊക്കെ കൊടുക്കണം. ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങളൊന്ന് കൊടുക്ക്, നമുക്ക് ബാക്കി അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ചെയ്യാം. ഒരു മാധ്യമം എന്ന രീതിയിൽ നമ്മൾക്ക് ഇതിന്റെ വാർത്ത ചെയ്യുക എന്നതല്ലാതെ എല്ലാത്തിന്റെയും പിറകെ പോകാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഏതെങ്കിലും ഒരാള് ഈ ടോള് നമ്മുടെ മേൽപ്പാലം വന്നതിന് ശേഷം അതിന് ചെലവായ പണം എത്ര, അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ ടോൾ പിരിച്ച പണം എത്ര എന്ന് ചോദിച്ചാൽ ഇതിൽ വ്യക്തത വരുത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ തികച്ചും അപകടകരമായ
ഒരു റോഡിലെ അവസ്ഥയാണ് നിലവിൽ ഇവിടെയൊക്കെ ഉള്ളത് എന്നാണ് അനുബന്ധമായിട്ട് പറയാനുള്ളത്. ഈ ടോൾ പിരിവില് കൃത്യമായി വ്യക്തത വരുത്താൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം. ലൈവ് അധികം നീട്ടുന്നില്ല. ഒരു കാര്യം വ്യക്തതയോടുകൂടി പറയാം, ഈ ടോള് നിയമപരമായിട്ട് പിരിക്കാൻ അവകാശമുണ്ട്. റോഡ്സ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന സംവിധാനത്തിന് അത് പിരിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ഉദ്യോഗസ്ഥനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് ഇത് ഇപ്പോൾ എടുക്കാൻ വേണ്ടി ആരും തയ്യാറാവുന്നില്ല. കോൺട്രാക്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ടോളിന്റെ കോൺട്രാക്ട് എടുക്കാൻ വേണ്ടി ആരും തയ്യാറാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ആളുകളെ ആക്കിയിട്ട് പൈസ കൊടുത്തിട്ടാണ് നിലവിൽ ഈ സംവിധാനം റൺ ചെയ്യുന്നത്. നമുക്കിത് സ്വന്തം തീരുമാനപ്രകാരം അടച്ചുപൂട്ടാൻ വേണ്ടി പറ്റില്ല. ഈ വിഷയം പലപ്പോഴായിട്ട് പോലീസിനെയും അതുപോലെ അവർക്ക് വേണ്ടത് എന്താണെന്ന് ഇത് അടച്ചുപൂട്ടാനല്ല അവർക്ക് വേണ്ടത് ഇവിടെ രണ്ട് ഭാഗത്തും ബമ്പൊക്കെ സ്ഥാപിച്ചിട്ട് വാഹനങ്ങളെ തടഞ്ഞിട്ട് എല്ലാ വാഹനങ്ങളിൽ നിന്നും ടോൾ ഫീസ് പിരിക്കാനുള്ള ഒരു സാഹചര്യം വേണം എന്നാണ് അവര് പറയുന്നത്. നമ്മുടെ സമൂഹത്തിന് പറയാനുള്ളത് മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ അത് അവരുടെ ബാധകതയാണ്. ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ഇതിൽ വളരെ സുതാര്യത വേണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇതിൽ എത്ര രൂപ പിരിച്ചു, എത്ര രൂപ ഇതിന് ചെലവഴിച്ചു, എന്താണ് ഇതിന്റെ അവസ്ഥ? ഇടയ്ക്ക് ഈ ടോൾ ഉണ്ടാവുന്നില്ല, ഇടയ്ക്ക് ഈ ടോൾ ഉണ്ടാവുന്നു. ഈ ടോൾ ബൂത്തിലെ ആളുകൾ എല്ലാവരിൽ നിന്ന് പൈസ പിരിക്കുന്നില്ല, ചിലരിൽ നിന്ന് മാത്രം പൈസ പിരിക്കുന്നു. ഈ വിഷയം വളരെ ആഴത്തിൽ ഈ വിഷയത്തിൽ ഗൗരവത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറായേ പറ്റൂ. ഇത് വെറും പരിഹാസമാണ്. ജനങ്ങളുടെ ഇടയിൽ വെറുതെ ഒരു വിഷയം ഇങ്ങനെ അലക്കുക, ചിലർ പൈസ കൊടുക്കുക, ചിലർ പൈസ കൊടുക്കാതിരിക്കുക, ചിലപ്പം പിരിക്കുക, ചിലപ്പം പിരിക്കാതിരിക്കുക. ഇതൊക്കെ ഒരു ആധുനിക സമൂഹത്തിന്, ആധുനിക ഭരണ സംവിധാനത്തിന് ഇതൊക്കെ ശരിയല്ല എന്ന് പറയാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ രണ്ട് കാര്യങ്ങളോടും ഇതുമായി ബന്ധപ്പെട്ട PWD റോഡായാലും വേണ്ടില്ല, ബ്രിഡ്ജായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, അവരോട് പറയാനുള്ളത് ഈ റോഡൊക്കെ കൃത്യമായിട്ട് റിപ്പയർ ചെയ്തിട്ട് കാര്യക്ഷമമായി പണി നടപ്പിലാക്കിയിട്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ഇത് കോൺട്രാക്ടർ കൊടുക്കും. ഉദ്യോഗസ്ഥന്മാർ സൗകര്യമുണ്ടെങ്കിൽ ഇതൊക്കെ പരിശോധിക്കും. അവർക്ക് കോൺട്രാക്ടർമാർക്ക് തോന്നുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലും ഗൗരവമായ ശ്രദ്ധ വേണം. നമ്മുടെ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മേൽപ്പാലത്തിന്റെ കൈവരി തകർന്നിട്ട് കവ്വായി ഭാഗത്തേക്കും അതുപോലെ അതിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഏറെ അപകടകരമായ രീതിയിലാണ് നിലവില് നമ്മുടെ കയറൊക്കെ കൊണ്ട് കെട്ടിയിട്ടാണ് നിലവില് ഈ ബ്രിഡ്ജിന്റെ കൈവരിയുള്ളത്. അതിനെക്കുറിച്ച് പലപ്പോഴും വാർത്ത നൽകിയിട്ടുണ്ട് എന്ന കാര്യവും ഇതൊക്കെ പറയുന്ന ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ശ്രദ്ധിക്കണം. ഇതിന്റെ കാര്യത്തിൽ കാണിക്കുന്ന പിരിക്കുന്നതിൽ കാണിക്കുന്ന ശുഷ്കാന്തി, അതുപോലെ തന്നെ കോൺട്രാക്ട് എടുത്തിട്ടെങ്കിലും ആളുകളെ നിയമിച്ചിട്ട് അത് പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ നടപ്പിലാക്കാൻ അവർക്ക് കഴിയുന്നതെങ്കിൽ എന്തുകൊണ്ട് ഒരു വാഹനം അടിച്ചിട്ട് തകർന്ന കൈവരി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അപകട ഭീഷണിയായിട്ടുള്ള അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോലും അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന കാര്യവും പച്ചവെളിച്ചം പറയുകയാണ്. പ്രേക്ഷകര് ഈ വിഷയത്തിൽ കാര്യക്ഷമമായിട്ട് ഇടപെടണം, അഭിപ്രായം പറയണം. പച്ചവെളിച്ചം നമ്മുടെ അധികാരികളോട്, പ്രേക്ഷകരോട് ഈ വിഷയത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ ഭരണ സംവിധാനമാണ്. നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ, MLA അടക്കമുള്ള അതുപോലത്തെ ജനപ്രതിനിധികൾ, നഗരസഭ ഒക്കെ ഈ വിഷയത്തിൽ നിരന്തരമായിട്ട് കൃത്യമായ ഒരു തീരുമാനമുണ്ടാക്കണം. ഈ വിഷയം MLA ബ്ലോക്ക് തല മീറ്റിങ്ങുകളിൽ എല്ലാ മാസത്തിലും ബ്ലോക്കിൽ നടക്കുന്ന MLAയും വിവിധ ഉദ്യോഗസ്ഥന്മാര്, വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരും പരാതിക്കാരും ചേർന്ന് നടത്തുന്ന ഈ ഒരു മീറ്റിംഗിലുണ്ട്. താലൂക്ക് വികസന സമിതി എന്ന് പറയും അതിന്. ആ മീറ്റിംഗിൽ MLA ഈ വിഷയം വളരെ ഗൗരവത്തോട് സംസാരിച്ചത് നേരിട്ട് കേട്ട മാധ്യമപ്രവർത്തകനാണ്. അതിൽ വ്യക്തത വരുത്തണം, അതിൽ കൃത്യത വരുത്തണം എന്ന് MLA പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാനുള്ളത് ഇതിൽ കൃത്യമായിട്ട് ഇതിൽ പിരിക്കണോ പിരിക്കണ്ടയോ, പിരിക്കുന്നെങ്കിൽ എങ്ങനെ പിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ മുൻകൈ എടുക്കണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി പയ്യന്നൂർ കേളോത്തെ
ഓവർ ബ്രിഡ്ജിനടുത്തുള്ള ടോൾ ബൂത്തിൽ നിന്ന് രാജീവൻ പച്ച.